എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു പച്ചമാങ്ങ കൊണ്ടുള്ള കറിയാണ് വെക്കുന്നത്. അങ്കമാലി മാങ്ങാക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു മാങ്ങാക്കറി. അതിനായിട്ട് ഞാനൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, 2 സബോള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇനി നമുക്ക് ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തി, സബോളയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ്, ഇഞ്ചി അതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരണം. ഇതാ ഞാൻ സബോള അരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്, അതുപോലെ പച്ചമാങ്ങ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ, പിന്നെ പിന്നെ ഇഞ്ചിയില്ലേ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് കീറിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പച്ചമാങ്ങയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മുടെ സബോളയ്ക്കകത്തും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ. ഒരുപാട് മസാലയൊന്നും ചേർക്കണ്ട. ഈ കറിയൊക്കെ ഒരുപാട് മസാലകൾ ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. സബോളയ്ക്കകത്താണ്, അതും കൂടി ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചതിന് ശേഷം നമുക്കതിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് സബോളയിലും ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മാങ്ങയിലും ഇട്ടിട്ടുണ്ട്. പിന്നെ സബോളയ്ക്കകത്ത് ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാങ്ങയിൽ നമ്മളിട്ട് കൊടുത്ത ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. തിരുമ്മി പിടിപ്പിച്ചിട്ട് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. ഒരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്കതെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സബോളയ്ക്കകത്തേക്ക് നമുക്ക് ആ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി പിടിപ്പിക്കണം. ഇത് കണ്ടോ, ഇതുപോലെ അത് നന്നായിട്ട് തിരുമ്മിയിട്ട് ആ സബോളയുടെയൊക്കെ വെള്ളം ഇറങ്ങുന്നിട വരെ നന്നായിട്ട് അതൊന്ന് സബോളയൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി ഉടച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഉടച്ചെടുക്കണം. ഇഞ്ചിക്ക് പകരം ഇഞ്ചി ചതച്ചതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ 1-ാം പാലും 2-ാം പാലും കൂടെ പിഴിഞ്ഞെടുക്കാം, തേങ്ങയുടെ. അതും കൂടെ ഞാൻ പിഴിഞ്ഞെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടിക്കകത്തേക്ക് നമ്മൾ ആ ഉടച്ച് വെച്ച സബോള ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച് ആ പച്ചമാങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ 2-ാം പാലിനകത്ത് തന്നെ ഇത് വെന്ത് കുറുകി വരും. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസൊക്കെ കത്തിച്ച് ഓണാക്കി അതിനകത്തേക്ക് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൂടി വെച്ച് ഇതൊന്ന് അടയ്ക്കണം. ഞാൻ അതിന് മുന്നേ ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. പിന്നെ എരിവനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടാം കേട്ടോ. ഇപ്പോൾ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നല്ലതായിട്ട് വെന്ത് കുറുകി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ്. മീൻകറിയുടെയൊക്കെ ഒരു ടേസ്റ്റായി ഈ കറിക്ക്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ 1-ാം പാല് കൂടി ഒഴിച്ച് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ഇതിനൊന്ന് താളിച്ചൊഴിക്കണം. കണ്ടോ, ഈ സമയത്ത് ഉപ്പ് നോക്കണേ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പുളിയുള്ള മാങ്ങ എടുക്കണേ. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കത്തിച്ചിട്ടില്ല. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇനി നമുക്കൊരു ചെറിയ പാനൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്ക് കടുകിട്ട് കൊടുത്തു. എണ്ണ ചൂടായപ്പോഴത്തേനും കടുകിട്ടു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്.
ഈ കറിയൊക്കെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഞാൻ അതിലേക്ക് കടുക് പൊട്ടിയപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഇട്ട് കൊടുത്തു. ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പം മാങ്ങയുടെയൊക്കെ സമയമല്ലേ, അപ്പം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരുമേ. എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായി ഈ കറിക്ക്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ്. ചൂടോടെ കഴിക്കണേ. കണ്ടോ, എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയുള്ള ഒരു കറിയാണേ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് കുറച്ച് കോരി വയ്ക്കാം. ഞാൻ കോരി എടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചു. ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.